ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സംസ്ഥാനത്തെ APL വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള കാർഡുകളാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള 3 അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നിലവിൽ നീല വെള്ള കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നും സർക്കാർ സെസ് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ പുറത്തു വന്നിരുന്നു. റേഷൻ വ്യാപാരികളുടെ അടക്കമുള്ള എതിർപ്പിനെ തുടർന്ന് ഈ ഒരു തീരുമാനം പിൻവലിച്ചിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ ഇത് നടപ്പിലാക്കാനും സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളെല്ലാം സംസ്ഥാന ബഡ്ജറ്റിന് ശേഷമായിരിക്കും കൈക്കൊള്ളുക. അങ്ങനെയാണ് എങ്കിൽ 2025 ഏപ്രിൽ മാസം മുതൽ നമ്മൾ ഒരു നിശ്ചിത തുക വീതം സർക്കാരിന് സെസ്സായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ചെറിയ തുകയായിരിക്കും എങ്കിലും ഇത് നമ്മളെ റേഷൻ കാർഡിലെ നീല വെള്ള കാർഡ് ഉപയോഗിക്കുന്നവരുടെ APL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ബാധകമായിരിക്കും. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കുന്നതിനുള്ള വിവിധ ക്ഷേമനിധി ബോർഡിൽ, പ്രത്യേകിച്ച് റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ബോർഡിലേക്കായിരിക്കും ഈ ഒരു തുക വകയിരുത്തുന്നതെന്നാണ് മുമ്പ് അറിയിച്ചിരുന്നത്. ഇത് അടുത്ത് തന്നെ നടപ്പിലാക്കാൻ സാധ്യതയില്ല. എങ്കിൽ പോലും ഇതുപോലെയുള്ള പല കാര്യങ്ങളും നിലവിൽ APL വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള കാർഡ് ഉപയോഗിക്കുന്നവർക്കാണ് ബാധകമാകുന്നത്. ഇനി നിലവിൽ നീല വെള്ള കാർഡ് ഉപയോഗിക്കുന്നവർക്ക് സ്പെഷ്യൽ അരി വീതം, നീല വെള്ള കാർഡുകൾക്ക് ഈ മാസം സ്പെഷ്യൽ അരി വീതം അനുവദിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ നീല വെള്ള കാർഡുകൾക്ക് ആളൊന്നിന് 2 കിലോ വീതമാണ് ലഭിക്കുന്നത്. നിലവിൽ നീല റേഷൻ കാർഡിന് ആളൊന്നിന് 2 കിലോ വീതം, അതായത് കിലോ 4 രൂപ എന്ന നിരക്കിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് 3 കിലോ വീതം എക്സ്ട്രാ വാങ്ങുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം നിങ്ങളത് വെള്ള റേഷൻ കാർഡാണ് എങ്കിൽ ഈ മാസത്തിൽ 6 കിലോ അരി വീതം ഈ ഒരു മാസം വാങ്ങാൻ വേണ്ടി ധാരണയായിട്ടുണ്ട്. കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുക. ഈ റേഷൻ കാർഡ് ഉടമകളിൽ റേഷൻ കാർഡ്, നീല റേഷൻ കാർഡ് കയ്യിൽ വെച്ചിട്ട് APL നീല റേഷൻ കാർഡ് കൈവശം വെച്ചിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുൻഗണന, അതായത് നമ്മുടെ സബ്സിഡി, അത് നിർത്തലാക്കുന്നതിന് കാരണമായേക്കാം. APL വിഭാഗത്തിൽപ്പെട്ട നിരവധി പേർക്കാണ് നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ആനുകൂല്യം BPL റേഷൻ കാർഡിന് വേണ്ടി അർഹതയുള്ള ഒരുപാട് കാർഡുകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീല റേഷൻ കാർഡിൽപ്പെട്ട ആൾക്കാർ, നീല റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവര് എല്ലാ മാസവും റേഷൻ വിഹിതം വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നത്. തുടർച്ചയായിട്ട് 3 മാസമോ അതിലധികമോ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ സർക്കാർ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും നമ്മുടെ റേഷൻ കാർഡ് റദ്ദാക്കി മറ്റൊരു വിഭാഗത്തിലേക്ക്, അതായത് മുൻഗണനാ ഇതര വിഭാഗത്തിലേക്ക് നമ്മുടെ റേഷൻ കാർഡുകൾ പിന്നീട് മാറ്റുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിലക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളെ റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാ മാസവും തന്നെ നമ്മൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ APL നീല വെള്ള റേഷൻ കാർഡുകൾ മസ്റ്ററിംഗ് ചെയ്യണമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് മുൻഗണനാ ഇതര വിഭാഗങ്ങളായിട്ടുള്ള നീല വെള്ള കാർഡുകൾക്ക് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഇലക്ട്രോണിക് KYC ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല ഇതുവരെ. ഈ ഒരു ഇലക്ട്രോണിക് KYC കേന്ദ്ര നിർദ്ദേശപ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് BPL വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത്, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നീല വെള്ള കാർഡുകൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ നീല വെള്ള കാർഡുകൾ ഉപയോഗിക്കുന്നവരുടെ റേഷൻ നിലക്കുമെന്ന് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ പരക്കുന്നുണ്ട്. അത് സത്യമല്ല. അങ്ങനെ ഒരു വാർത്ത ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. സംസ്ഥാന സർക്കാരാണ് നീല വെള്ള കാർഡുകൾക്ക് ആനുകൂല്യങ്ങൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു മുന്നറിയിപ്പ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പറ്റുന്നവർക്കാണ്, കേന്ദ്ര സർക്കാരിൻ്റെ അരി വാങ്ങുന്നവർക്കാണ് ഈ ഒരു മസ്റ്ററിംഗ് നിലവിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇനി ഏറ്റവും അവസാനത്തെ മറ്റൊരു അറിയിപ്പ്, നമ്മുടെ റേഷൻ കാർഡ് VPLലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഡിസംബർ മാസം ഒരുപാട് പേര് അപേക്ഷകൾ വെച്ചിരുന്നു. ആ അപേക്ഷ ഈ ജനുവരി മാസം മുതൽ, 2025 ജനുവരി മാസം മുതൽ പരിഗണിച്ചു വരികയാണ്. ഫോണിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് അതിന് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നമുക്ക് ലഭിക്കും. നമ്മുടെ റേഷൻ കാർഡ് VPL കാർഡിന് വേണ്ടി യോഗ്യത നേടിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ റേഷൻ കാർഡ് VPL വിഭാഗത്തിലേക്ക് മാറാനുള്ള യോഗ്യത നേടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അപ്ഡേറ്റുകൾ നമ്മുടെ ഫോണിലേക്ക് തന്നെ വരുന്നതാണ്. VPL കാർഡായി മാറുന്നതോടുകൂടെ തന്നെ സർക്കാരിന്റെ സൗജന്യ ഭക്ഷ്യധാരം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പിന്നീട് എല്ലാ മാസവും നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളിൽ മുൻഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. വിവിധ സ്കീമുകളിലേക്ക് നമ്മൾ അപേക്ഷ വെക്കുമ്പോൾ നമ്മുടെ റേഷൻ കാർഡ് കൂടെ നമ്മൾ സമർപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഈ ഒരു VPL ആയി വരുന്ന കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ BPL കാർഡിലേക്ക് അപേക്ഷ വെച്ചവർ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ ഇപ്പോൾ അപേക്ഷകൾ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡീറ്റെയിൽസുകൾ സർക്കാർ പരിഗണിച്ച് അതിന് മാർക്ക് നൽകി, കൂടുതൽ മാർക്കുള്ളവരെ കൃത്യമായി നിർണ്ണയിച്ച് അവരുടെ അർഹത മാനദണ്ഡം അനുസരിച്ച്, അതായത് റാങ്കിംഗ് അനുസരിച്ച് മാനദണ്ഡം അനുസരിച്ചാണ് കാർഡ് വിതരണം ചെയ്യുന്നത്. ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവരും ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.